ദാ എനിക്കിന്ന് കൊട്ടാരക്കര ഉണ്ടായ ഒരു അനുഭവം. അതിനു മുമ്പ് നിങ്ങൾ ഈ 2 വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. കുറ്റവാളിയായിട്ടല്ല കാണുന്നത്. അവർക്ക് പറയാൻ, ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമചിത്തതയോടെ കേൾക്കാനും അത് പരിഹരിക്കാനും പോലീസ് ഒരു പാർട്ടിയോട് മനുഷ്യർക്ക് സംസാരിക്കുന്നത്, ഒരു കൊച്ചിറക്കനെ ഇത്രമാത്രം ഭീഷണിപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യം എന്തോ? അല്ല, കുറ്റം ചെയ്തെങ്കിൽ ഇങ്ങനെ കൈ കാണിക്കാനാണ് ഈ കടന്ന് മൂപ്പിക്കേണ്ട കാര്യം. മൂപ്പിര് എന്തോ മൂപ്പിക്കാൻ? കൊലപാതകം കുറ്റമൊന്നും ചെയ്തില്ലല്ലോ അവനിങ്ങനെ കൈ കാണിച്ചാള്. അതിന് ഇത്ര മൂപ്പിക്കേണ്ട കാര്യം എന്തോ? അതാ പറഞ്ഞ ആരെ മൂപ്പിക്കണം, ആരെ മൂപ്പിച്ചാണിക്കേണ്ട കാര്യം എന്തോ? ഇത് പരിധിയുണ്ട് എല്ലാത്തിനും. എന്തോ താക്കിയുണ്ടെന്ന് പറഞ്ഞാൽ എന്തും കാണിക്കാൻ പറഞ്ഞാൽ ആരെയും തോളക്കറാന്നുള്ള വിചാരണ വെക്കരുത്. മേല ഇതിന് വലുത് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ എത്തുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. എന്നാലും ഞാൻ പറയാം, ഇത് നടക്കുന്നത് കൊട്ടാരക്കര ബൈപ്പാസ് റോഡിൽ, അതായത് കൊട്ടാരക്കര ജംഗ്ഷന് 300 മീറ്റർ മാറിയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കെതിരെ വരുന്ന ജീപ്പ്, അത് ഓട്ടിച്ചോണ്ടിരിക്കുന്ന ഡ്രൈവർ, അവൻ ഫോൺ എടുത്തിട്ട് ആ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ എന്റെ പുറയിലിരിക്കുന്ന 17-കാരന് ഹെൽമെറ്റ് ഇല്ലാത്ത ഫോട്ടോ എടുത്തപ്പോൾ അവൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു. അത് അവനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. നീ ചെയ്തത് നിയമലംഘനം, ഞാൻ ചെയ്തത് നിയമലംഘനം. നീ കാണിച്ചത് 2, 1 നീ ഡ്രൈവിങ്ങിന്റെ ഇടയ്ക്ക് ഫോൺ ഉപയോഗിച്ചത്, 2 നീ DGPയുടെ ഉത്തരവ് മറന്നുകൊണ്ടാണ് ഈ ഫോണിൽ ഫോട്ടോ എടുത്ത് പെറ്റിയടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നീ അത് ചെയ്തത്. അത് അവനിക്ക് കൈ കാണിച്ചത് അങ്ങോട്ട് പിടിക്കാഞ്ഞിട്ട് അവൻ വണ്ടി കൊണ്ടുവന്ന് എനിക്ക് വട്ടം വെച്ചാണ്ട് പിടിയിട്ട പുള്ളികളെ പിടിക്കത്തില്ല, അതേമാതിരി വന്ന് പിടിച്ച്. അവൻ ആദ്യം ഇറങ്ങി 2 ഡയലോഗൊക്കെ കൊച്ചിറക്കനെ അടിച്ചപ്പോൾ ഞാൻ മിണ്ടാതെന്ന്. അന്നേരം എസ് എടുത്ത് ഞാൻ പറഞ്ഞത്, സാറേ മോശമായിട്ടൊന്നും കാണിച്ചില്ല, ഇങ്ങനൊന്നും കാണിച്ചത്. അപ്പൊ SI അവനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവന് ഭയങ്കര ഹുങ്ക് പവർ കാണിച്ചുകൊണ്ടിരിക്കും. അവനങ്ങ് സംസാരിക്കും. അന്നേരം ഞാൻ കയറി സംസാരിച്ചു. അവൻ സംസാരിച്ച മോശമായ രീതിയിൽ അതേ രീതിയിൽ തന്നെ അവൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. കാരണം ഇങ്ങോട്ട് തരുന്ന ബഹുമാനം മതി നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നത്. ഏത് പോലീസുകാരനായാലും, എല്ലാ പോലീസുകാരെയും നമ്മൾ പറയുന്നില്ല. ഈ പോലീസിന്റെ ഇടയ്ക്ക് ഇതോണക്കത്തെ കുറെ കീടങ്ങളുണ്ട്. അതായത് കാക്കി നെഞ്ചത്ത് കയറുമ്പോൾ ആ ചൂടടിക്കുമ്പോൾ ഞാൻ ഏതാണ്ട് വലിയ ഇതാണെന്നുള്ള തോന്നുന്ന കുറെ ഡ്രൈവർ, അതായത് ഒരു SIയുടെ പവർ അവൻ കാണിച്ചുകൊണ്ടിരിക്കും. അന്നേരം അവിടെ ഒരു SI അവിടെ നിൽപ്പുണ്ട്. ആ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. ആ പുള്ളി വരാൻ പറയണമെങ്കിൽ ഇവനേതാണ്ട് SI ആയിട്ട് വലിയ പവർ കാണിക്കുന്ന കുറെ കീടങ്ങളുണ്ട്. അപ്പം നിന്നോടൊക്കെ പറയാ, നീയൊക്കെ ഇടുന്ന ആ യൂണിഫോമും 3 നേരം തിന്നുന്നതും ഞങ്ങളെ പോലുള്ളവർ ഇവിടെ നികുതി പണം അടയ്ക്കുന്ന കാശാണെന്ന് നീ അങ്ങ് മറന്നു പോരുത്. എന്നിട്ട് അവന്റെയൊക്കെ പിടിച്ചു നിർത്തി നിക്കറിന്റെ കീറുന്ന രീതിയിലുള്ള തെറ്റടി ഉണ്ടല്ലോ, അതും അങ്ങ് നിർത്തണം. നമ്മുടെ സാധാരണപ്പെട്ട ഇതിൽ വലിയ പല കോപ്രായങ്ങളും ഇല്ലെങ്കിൽ വലിയ തോന്നിവാസങ്ങളും കാണിച്ചു നടക്കുന്നവന്മാർക്ക് നീയൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നില്ലടാ. ആ സ്ഥാനത്ത് ആ കൊച്ചി ഇറക്കൻ എന്ത് ചെയ്തടാ? മുണ്ട് പൊക്കി കാണിച്ചാൽ നിന്നെ ഇല്ലല്ലോ. അവൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. നിനക്ക് ഇത്ര കയറി കൊള്ളാൻ. ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനോട് ഈ സൈസ് സംസാരങ്ങൾ, അതായത് ഒരു മോട്ടോർ വാഹനം പിടിച്ചാൽ അവന്റെ അടുത്ത് മര്യാദയായിട്ട് സംസാരിക്കാനുള്ള അല്പബോധം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ പോലീസുകാരെയും നമ്മൾ പറയുന്നില്ല, ഇങ്ങനെയുള്ള കീടങ്ങളെ. അപ്പൊ എന്താണ് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ജനങ്ങളെ ബോധിപ്പിക്കാൻ മാത്രം തെളിയാ പോരാ, ഇത് നടപ്പിലാക്കുന്നുണ്ടോ, ഇത് പാലിക്കുന്നുണ്ടോ എന്നും കൂടെ ഇടയ്ക്കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന് ശ്രദ്ധിക്കണം ഇനി. കാരണം ഇതോടൊക്കെ ഒരു കുഞ്ഞുങ്ങൾ, ഒരു 17 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് അവൻ ഈ സൈസ് സംസാരങ്ങൾ സംസാരിച്ചത്. ഇറങ്ങി വന്നിട്ട് അവന്റെ മസിൽ പവർ കാണിച്ചത്, അവന്റെ ഹുങ്ക് കാണിച്ചത്, അത് അവന്റെ കയ്യിലിരിക്കാത്തതേ ഉള്ളൂ. പണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇവിടെ ഏക്കത്തില്ല.